നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന 101 കവിതകളടങ്ങിയ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. കവിതയുടെ പേര് പമ്പയാറിൻ തീരത്ത്. ഈ കവിത ജനിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ അലതല്ലുന്ന ചിന്തകൾ ആറന്മുള എന്ന ദേശത്തെ ഉത്രട്ടാതി വള്ളംകളിയാണ്. പറഞ്ഞാലും തീരാത്ത കാഴ്ചകൾ. ഓരോ കേരളീയനും ഓരോ ഇന്ത്യക്കാരനും കണ്ടിരിക്കേണ്ട ഒന്നാണ് എൻ്റെ ഭാഷ്യം. അത്രമാത്രം ചേതോഹരമാണ്. ഞാൻ 1-2 തവണയേ കണ്ടിട്ടുള്ളൂ. അവിടെയാണ് എൻ്റെ പെങ്ങളും ഭർത്താവും താമസിക്കുന്നത്. ആറന്മുള അപ്പുക്കുട്ടൻ നായർ എന്ന എൻ്റെ അളിയൻ തുഴച്ചിലൊക്കെ കേമനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 1-2 പേരുമാണ് വള്ളത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 100-120 പേർ കയറുന്ന ആ വള്ളം തുഴഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന ആ കാഴ്ച അതെങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ പറയുക? സ്വർഗം ഈ ഭൂമിയിൽ തന്നെയാണോ എന്ന് നമുക്ക് തോന്നും. നിറഞ്ഞു കഴിഞ്ഞ് ഒഴുകുന്ന പമ്പയാറിൻ്റെ തീരത്ത് 10,000 ഈ ജലയാത്ര കാണാനായി നിൽക്കുന്ന ആ കാഴ്ച വർണ്ണാതീതമാണ്. എത്ര സുന്ദരമാണ് ആൾക്കാരുടെ യോജിപ്പും ആൾക്കാരുടെ കൗതുകവും ആൾക്കാരുടെ ആത്മാർത്ഥതയും. അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. അവിടെ തുഴഞ്ഞ് ഞാൻ മുന്നിലെത്തണം എന്നുള്ള ചിന്തയോടുകൂടിയുള്ള ആ തുഴച്ചിൽ. മുല്ലപ്പള്ളി വെള്ളവും അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര ചുണ്ടൻ വള്ളങ്ങൾ, വലിയ വള്ളങ്ങൾ, ഇതെല്ലാം 100-120 പേരും എത്രയോ ദിവസങ്ങൾ തുഴച്ചിൽ നടത്തി, പമ്പയാറിൽ തുഴച്ചിൽ നടത്തി ഞാൻ മുന്നേ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. ഓരോ വള്ളക്കാരും എത്ര മത്സരബുദ്ധിയോടുകൂടിയാണ് ഈ 100-120 പേർക്ക് ആഹാരം വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അങ്ങനെയെല്ലാം ചെയ്ത് തിരുവോണത്തോണി ആറന്മുള അമ്പലത്തിൽ ഭർത്തസാരഥി ക്ഷേത്രത്തിൽ വന്നെത്തുന്നതും വള്ളസദ്യ. ലോകത്ത് ഇങ്ങനെയൊന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ്. 101 വിഭവങ്ങളുള്ള വള്ളസദ്യ. ഞാൻ 2018 വള്ളസദ്യ ഉണ്ടണമെന്ന് പറഞ്ഞിട്ട് പോവുകയും വെള്ളപ്പൊക്കം മൂലം പോയ അതേ വഴി തന്നെ തിരികെ എത്തുകയും ചെയ്ത ഒരനുഭവം ഓർമ്മയിൽ തെളിയുന്നു. ചിരിച്ചത് മറ്റൊന്നുമല്ല, കുടുംബത്തെ കൊണ്ടുപോകാണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അന്ന് കോരിച്ചൊരിയുന്ന മഴയാണ്. ചെങ്ങന്നൂർ ബസ് സ്റ്റേഷനിലെത്തി ആറന്മുളയിലേക്ക് പോകുമ്പോൾ എൻ്റെ പെങ്ങൾ വിളിച്ച് പറയാണ്, എടാ നീ ഇങ്ങോട്ട് വരരുത്, ഇവിടെ വെള്ളപ്പൊക്കമാണ്, ഞങ്ങളെയൊക്കെ ഹെലികോപ്റ്ററിൽ ഒക്കെ എടുത്ത് ഓരോരോ സ്ഥലങ്ങളിൽ കൊണ്ടാക്കിയാണ്, നീ ഇങ്ങോട്ട് വരരുത്. ആഗ്രഹിച്ച് ആശിച്ച് മോഹിച്ച് വള്ളസദ്യ ഉണ്ടാൻ പോയ ഞാൻ അതേപടി തിരിച്ച് ബസ് കിട്ടാണ്ട് കൊട്ടാരക്കരയിൽ ഇറങ്ങി. കൊട്ടാരക്കരയിൽ നിന്ന് അഞ്ചലിലിറങ്ങി. അഞ്ചലിൽ ഒരു രാവ് മുഴുക്കുകയും താമസിച്ച് ബസ് കിട്ടാണ്ട് പിറ്റേ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് എൻ്റെ വീട്ടിലെത്തിച്ചേരുന്നത്. പക്ഷേ 101 വിഭവങ്ങളടങ്ങിയ വള്ളസദ്യ ഒന്ന് ആസ്വദിച്ച് നോക്കേണ്ടത് തന്നെയാണ്. എല്ലാം കൊണ്ടും ഓരോ വർഷവും ഈ ജലമേളയും ആറന്മുളയുടെ പ്രകൃതിയും ലോകമെമ്പാടും നിറയുകയാണ്. അത് കണ്ട് അനുഭവിച്ച് അറിയേണ്ട ഒന്നാണ്. അല്ലാണ്ട് അത് പറഞ്ഞാത്തില്ല. അമ്പലത്തിൻ്റെ മഹാത്മ്യവും അവിടുത്തെ ജനങ്ങളുടെ കൂട്ടായ്മയും ശബരിമല ധർമ്മശാസ്താവിന് ചാർത്താനുള്ള കൊട്ടാരത്തിൽ നിന്നുള്ള സ്വർണ്ണ അങ്കിയും മറ്റും സൂക്ഷിച്ചിരിക്കുന്നതും ശബരിമല കാലത്ത് മണ്ഡലപൂജയ്ക്ക് അവിടുന്ന് എഴുന്നള്ളിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കാഴ്ച അത് പറഞ്ഞാൽ തീരില്ല. അവിടെയെല്ലാം ജനങ്ങളുടെ ഭയങ്കരമായിട്ടുള്ള കൂട്ടായ്മയാണ്. ജനങ്ങളുടെ ഒരു ഉത്സവമാണ്. ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് അനുഭവിച്ച് തന്നെ അറിയണം. അങ്ങനെ ആ പമ്പയാറിൻ തീരത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പോയതും ആ കാഴ്ചകൾ കണ്ടതുമെല്ലാം ഇന്നും മനസ്സിൽ സ്ഫുടം ചെയ്തിരിക്കുന്നു. മായ്ച്ചാലും മായ്ച്ചു കളയാൻ പറ്റാത്തത്ര
അനുഭവങ്ങളാണ് അന്ന് എനിക്ക് ഉണ്ടായത്. ആ കവിതയിലെ ചില വരികൾ ഞാനിവിടെ നിങ്ങളോട് ചൊല്ലിക്കേൾപ്പിക്കാം. ചരിത്രവും കാലവും ഒരുക്കിയ പമ്പയാറിൻ തീരത്ത്, ചരിത്രവും കാലവും ഒരുക്കിയ പമ്പയാറിൻ തീരത്ത്, ആചാരങ്ങളുടെ വിളയാട്ടമായി പഴമതൻ പുതുപ്പിറവി കൊള്ളുന്നു. ആചാരങ്ങളുടെ വിളയാട്ടമായി പഴമതൻ പുതുപ്പിറവി കൊള്ളുന്നു. സങ്കൽപ്പങ്ങളും വിശ്വാസങ്ങളും നിറയുമീ ലോകത്ത്, സങ്കൽപ്പങ്ങളും വിശ്വാസങ്ങളും നിറയുമീ ലോകത്ത്. സംഹാര താണ്ഡവമാടാൻ മനുഷ്യജന്മത്തെ ആഗ്രഹിച്ചില്ല, സംഹാര താണ്ഡവമാടാൻ മനുഷ്യജന്മം ആഗ്രഹിച്ചില്ല. ചരിത്രവും കാലവും ഒരുക്കിയ പമ്പയാറിൻ തീരത്ത്, ആചാരങ്ങളുടെ വിളയാട്ടമായി പഴമതൻ പുതുപ്പിറവി കൊള്ളുന്നു. തുടർന്നുള്ള വരികളും അതിൻ്റെ വിഷ്വൽസും എല്ലാം നിങ്ങൾ കാണുക. കവിതകൾ ആലപിക്കുമ്പോൾ ചില തെറ്റുകളൊക്കെ വരുന്നുണ്ട്. അത് മനഃപൂർവ്വമല്ല. ആലാപനത്തിന് ഗായകൻ്റേതായിട്ടുള്ള ഒരു ശീലി വേണം. അതില്ലാത്തതുകൊണ്ടാണ്. എന്തായാലും നിങ്ങൾ ആസ്വദിക്കുമല്ലോ. എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം.